മോളെന്തെടുക്കുവാ? ആ അമ്മേ, ചുമ്മാ ഇവിടേക്ക് ഒന്ന് കാണാനായിട്ട്. കുളിയൊക്കെ കഴിഞ്ഞോ? വെള്ളമാറി കുളിച്ചതല്ലേ, തലയൊക്കെ നന്നായി തോർത്തണേ. അലമാരിയിൽ അമ്മ രാസ്നാദിപ്പൊടി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ചെടുത്ത് നിറയെ തൂത്തോ, പനിയൊന്നും വരുത്തണ്ട. മോളെന്നാ അപ്പുറത്തേക്ക് വാ, അവിടെ 2-3 പേര് മോളെ കാണാൻ വന്നിട്ടുണ്ട്. വേഗം വാ. ആ വരാമേ. ആ മോളെ, നമ്മൾ അയൽവക്കക്കാരാണേ. എന്താ മുറിയടച്ചിരിക്കുമായിരുന്നോ? അല്ല, ഞാൻ പുറത്ത്. അതിനെ അടച്ചിരിക്കാൻ സമയം ആവുന്നല്ലേ ഉള്ളൂ. എന്നാ ചായ കുടിക്കി. അല്ല, മോള് കുളിച്ചൊന്ന് ഫ്രഷ് ആകാൻ പോയതാ. പുതുപ്പെണ്ണിന്റെ കയ്യിലും കഴുത്തേലൊക്കെ കിടന്നൊക്കെ എന്തിയേ? സ്വർണ്ണമെല്ലാം ഊരി വെച്ചോ? ബിന്ദു, മരുമകള് വന്നപ്പോഴേ നീ സ്വർണ്ണമെല്ലാം ഊരി മേടിച്ചോ? എനിക്ക് സ്വർണ്ണമൊന്നും ഇടുന്നത് ഇഷ്ടമല്ല, അതാ ഊരി വെച്ചത്. ഈ പിള്ളേരുടെയൊക്കെ ഒരു കാര്യേ, സ്വർണ്ണയൊക്കെ ഊരി പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക. പിന്നെ എന്തിനാണ് സ്വർണം? അതൊക്കെ ഞങ്ങളുടെ അന്നത്തെ കാലത്ത്. ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടേ ആദ്യത്തെ 1 മാസം സ്വർണ്ണം മൊത്തം ഇട്ട് നടക്കുമായിരുന്നു. ഊരി വെക്കത്തേ ഇല്ല, വെക്കാനോട്ട് സമ്മതിക്കത്തുമില്ല. ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ഓരോ പരിഷ്കാരങ്ങളെ. അല്ല ബിന്ദു, അരുണിങ് വന്നില്ലേ? അവനിപ്പോൾ വരും ചേച്ചി, കൂട്ടുകാരുടെ കൂടെ ഏതാണ്ട് പോയതാ. ആ കൊച്ചു തനിച്ചിരുന്നാ ഫുഡ് കഴിച്ചത്, അപ്പോഴും അവനില്ലായിരുന്നു. അവനിപ്പോൾ ഒരു ഭാര്യയൊക്കെ ആയില്ലേ, കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഇങ്ങനെയാണോ വേണ്ടത്? അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ നല്ലത് പറയുന്നുണ്ട്. മോളെ, അമ്മ മുറിയിൽ പാലെടുത്ത് മൂടി വെച്ചിട്ടുണ്ടേ, മോള് മുറിയിലേക്ക് ചെല്ല്. ആ അല്ലമ്മേ, അരുണിപ്പോൾ വരുമോ? അവനിപ്പോൾ വരുമായിരിക്കും. അരുണിനെ കാണുന്നില്ലല്ലോ, വിളിച്ചു നോക്കാം. സ്വിച്ച്ഡ് ഓഫ് ആണല്ലോ. ഇവനിത് എവിടെ പോയിരിക്കുക? ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട്. സമയം എന്തായി? 1:30 ആയല്ലോ. സമയം ഇത്രയായിട്ടും അരുൺ വന്നില്ല. അമ്മേ, അമ്മേ, അരുൺ ഇതുവരെ വന്നില്ലല്ലോ. എന്താ അമ്മേ പ്രശ്നം? എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ട് പോയതല്ലേ. ഇപ്പോൾ സമയം 1:30 ആയി. അരുൺ ഇത് എവിടെ പോയിരിക്കുക? അമ്മയ്ക്കറിയാവോ? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച്ഡ് ഓഫാ. എനിക്കാണെങ്കിൽ ആകപ്പാടെ ടെൻഷനാവുന്നു. എന്താ അമ്മേ പ്രശ്നം? ഒന്ന് പറ. ഇവളോട് ഞാൻ എന്ത് പറയാനാ? അമ്മേ, അരുണിന് നിങ്ങൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണോ? ഞങ്ങളുടെ നിശ്ചയത്തിന് ശേഷം പോലും അവൻ എന്നോട് നേരാമണ്ണം സംസാരിച്ചിട്ട് കൂടിയില്ല. അവൻ്റെ നേച്ചർ അങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. മോളെ, ഹലോ. ആ, ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമായി. അരുണ് വേറൊരു പെണ്ണിനൊപ്പം പോയെന്ന്. മോളെ, അമ്മയൊന്ന് പറയട്ടെ. ഇനി അമ്മ ഒന്നും പറയണ്ട. ഇതിനി എന്ത് ന്യായീകരിക്കാനാ? വേണ്ട.